അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവിൻ ഉറവയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ദുൽഹിജ്ജ മാസത്തിലാണ് നിലകൊള്ളുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആത്മഹർഷത്തിൻ്റെ ദിനരാത്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള 10 ദിനരാത്രങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ള അറഫ ദിനവും രാവും അടക്കമുള്ള ദിനങ്ങളാണ് ഈ വിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനരാത്രങ്ങൾ. സൂറത്തുൽ ഫജ്റിലൂടെ വിശുദ്ധ ഖുർആൻ ഈ 10 ദിനരാത്രങ്ങളെ വിശേഷമായി നമ്മോട് പരിചയപ്പെടുത്തുന്നുണ്ട്. ലക്ഷോപലക്ഷം വിശ്വാസികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ്, ഉംറ, സിയാറകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസാന സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എല്ലാവരുടെയും ലക്ഷ്യം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി വിളിച്ചിട്ടുള്ള വിശുദ്ധ സൂറത്തുൽ ഹജ്ജിലെ വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക അലാ കുല്ലി റിജാലിൻ വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസികളെ വിളിച്ചപ്പോൾ ആ വിളി കേട്ടവരെല്ലാം ഓരോ കാലങ്ങളിലും വിശുദ്ധ ഹജ്ജിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വിശ്വാസി ലക്ഷങ്ങൾ അവിടെ എത്തി കർമ്മങ്ങൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമുക്കും അവരുടെ പ്രാർത്ഥനകളിൽ ഇടമുണ്ടായി കിട്ടണം. അതിനുവേണ്ടി ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ റബ്ബിലേക്ക് കൈ ഉയർത്തുക. അതോടൊപ്പം വിശുദ്ധമായ അറഫ ദിനം നമുക്കറിയാം. ലക്ഷക്കണക്കിന് വിശ്വാസികൾ വിശുദ്ധമായ അള്ളാഹുവിൻ്റെ സവിധത്തിൽ വിളിക്കുത്തരം നൽകി ഒരുമിച്ച് കൂടുമ്പോഴും നമ്മൾ അറഫ ദിനത്തിൽ നോമ്പ് നോറ്റ് വിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദിക്റുകൾ ചൊല്ലി അവനിലേക്ക് കൈയോർത്തി നമ്മുടെ ഇഹപര വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ദിനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.